ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തികയുടെ അച്ഛനെയും അമ്മയും കാണിച്ചും കൊണ്ട് കാർത്തികയോട് ചോദിക്കുകയാണ്, ഇവരെ നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക അവിടെ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. ഈശ്വര, സത്യഭാമയ്ക്ക് മുന്നിൽ താൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് കിട്ടാവുന്ന ശിക്ഷ എന്തെന്ന് സത്യഭാമയെ ഇപ്പോൾ ശാലിനിയോട് കാണിക്കുന്നത് നന്നായി അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ താനൊരു തീരുമാനമെടുക്കുകയാണ്. എന്തായാലും സത്യഭാമയ്ക്ക് മുന്നിൽ ഇനി നുണ പറയുക തന്നെ നിവർത്തി. അതുകൊണ്ട് തൻ്റെ അച്ഛനും അമ്മയും തള്ളിപ്പറയാമെന്ന് കരുതി കാർത്തിക പറയുന്നത്, അയ്യോ എനിക്കറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നാൽ ഈ സമയം ഈ വാക്ക് കേൾക്കുന്ന കാർത്തികയുടെ അമ്മ ശൈലജയ്ക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല. ശൈലജ എന്ത് ചെയ്യുന്നു, കാർത്തികയെ തലങ്ങും വിലങ്ങിട്ട് അടിക്കണം കേട്ടോ. അപ്പോഴും കാർത്തിക ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സത്യഭാമയാണെങ്കിലോ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു പന്തികേട് സത്യഭാമക്കും തോന്നണം. ആ അടി കൊള്ളട്ടെ എന്ന ഭാവത്തിൽ സത്യഭാമ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം ശാലിനിയാണെങ്കിലോ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ ശൈലജയുടെ സ്വഭാവം ആകെ മാറി. അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ മകൾക്ക് അടി കിട്ടണം. ആ അമ്മ ഇത്രയും നേരം മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ അമ്മയെ അറിയില്ല, അച്ഛനെ അറിയില്ല, സ്വന്തം മാതാപിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞ ഇവളെപ്പോലെ ഒരുത്തിക്ക് ഇതല്ല ഇതിനപ്പുറം കിട്ടണമെന്ന ആ ദേഷ്യവും ഭാഷയോടുകൂടി രാജേന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാർത്തിക് ഇങ്ങനെ അടിക്കൊള്ളണിട്ടോ. എടി നിനക്കറിയില്ലല്ലേ, നിന്നെ 10 മാസം ഈ മുദ്രത്തിലിട്ട് വളർത്തിയിട്ടും നിന്നെ പ്രസവിച്ചിട്ടും നീ എനിക്ക് തന്ന ശിക്ഷയാണോടി. നാടും നാട്ടുകാരും അറിയേ നിന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കുമ്പോൾ എല്ലാവർക്കും മുന്നിൽ നീ ഞങ്ങൾക്ക് അപമാനമുണ്ടാക്കി അവിടെ നിന്നും ഒളിച്ചോടിയതും പോരാ വീണ്ടും ഞങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ മാനം കെടുത്തുന്നടി. ഇപ്പോൾ സ്വന്തം അച്ഛനമ്മമാരെ പോലും തള്ളിപ്പറഞ്ഞ് നിന്നെ എന്ത് വേണടി, നീ മരിക്കണം, നീ ചാവണം, നീ ഇനി ജീവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശൈലജ തലങ്ങും വിലങ്ങോട്ട് കാർത്തികയെ അടിക്കുമ്പോൾ കാർത്തികയ്ക്ക് വേദന സഹിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയം പപ്പിക്ക് ഒത്തിരി സന്തോഷമാണ്. കിട്ടണം എന്ന ഭാവത്തിൽ പപ്പി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തെ ശ്യാമയും രോഹിത്തും പറയാൻ വാക്കുകളില്ല. അവർക്കിടയിലൊക്കെ ഒത്തിരി സന്തോഷമാവാണ്. അപ്പോഴാണ് വീണ്ടും പപ്പിങ്ങനെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എന്തായാലും ഈ വിവാഹം നടത്തില്ലെന്ന ആ വാഗ്ദാനം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ അടിയോടടി ശൈലജ കാർത്തികയെ കൊടുക്കുമ്പോൾ അമ്മേ മതി നിർത്തുന്നുണ്ടോ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ ആകെ ഞെട്ടിപ്പോയിട്ടോ. എന്ത് അമ്മേ? അപ്പോഴേക്കും രാഘവൻ അമ്മേ എന്നുള്ള വിളി വന്നല്ലോ. അപ്പോൾ ഉടൻ തന്നെ സത്യഭാമ ആകെ ഉരുക്കിയില്ലാതാവുക കേട്ടോ. ഈ സമയം വിഷ്ണു ആണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന ഭാവത്തിൽ വിഷ്ണു ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതേസമയം ശാലിനിയും ഇത് കേൾക്കാനടി ഞാനും നിന്നത് എന്ന ഭാവത്തിൽ ശാലിനിയും നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം കാർത്തികയാണെങ്കിൽ അമ്മ നിർത്തുന്നുണ്ടോ, ഇപ്പം നിനക്ക് എങ്ങനെ ഉരിയാടാൻ കഴിഞ്ഞോടി അമ്മ എന്നുള്ള വിളി, ഇപ്പം നിനക്ക് എങ്ങനെ വിളിക്കാൻ കഴിഞ്ഞോടി അമ്മ എന്നുള്ള വിളി എന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ നേർക്ക് ശൈലജ വീണ്ടും വിരൽ ചൂണ്ടുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ ശൈലജയെ മാറ്റിക്കൊണ്ട് സത്യഭാമയുടെ കടന്നു വരവാണ് കേട്ടോ. എന്താ നീ വിളിച്ചത്? അപ്പോൾ ഉടൻ തന്നെ അവൾ ഇങ്ങനെ നിന്ന് പതറുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന കാർത്തികയുടെ ആ പതറിൽ കാണുമ്പോൾ സത്യഭാമയോട് രാഘവൻ പറയണ്ട, പഠിച്ച കള്ളിയാണ് എന്ന് പറയണ്ട. എന്നാൽ ഈ സമയം സത്യഭാമ പറയും, എന്താടി നീ പറഞ്ഞത്, നീ അനാഥയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിൻ്റെ വായിൽ നിന്ന് ഉരുവിട്ടത് എന്താ അമ്മയെന്നോ? അപ്പോൾ അത് നിൻ്റെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമയുടെ മുന്നിൽ ഒന്നും പറയാനാവാതെ വീണ്ടും നിൽക്കുന്ന സമയത്ത് ശൈലജ സത്യഭാമയെ തട്ടിമാറ്റി വീണ്ടും അടിക്കുമ്പോൾ ഇതെൻ്റെ അമ്മയും അച്ഛനാണ് എന്നിങ്ങനെ കാർത്തിക ദേഷ്യത്തോടു കൂടി പറയാനായിട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ അങ്ങ് നീ എന്താടി വിചാരിച്ചത്, നീ പറയുന്നുണ്ട് ഇത് നിൻ്റെ അമ്മയും അച്ഛനാണെന്ന് ഒന്നും കൂടി ഉച്ചത്തിൽ പറഞ്ഞേ എന്ന് സത്യഭാമ നിന്നോടാണ് പറയാൻ പറഞ്ഞതെന്ന് സത്യഭാമ വീണ്ടും ആവർത്തിക്കുമ്പോൾ അവിടെ കാർത്തിക പറയാണ് എൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറയണേട്ടോ. ഈ സമയം കാർത്തിക കരണക്കുറ്റി നോക്കി സത്യഭാമ ഒന്നങ്ങ് കൊടുത്തിട്ട് പറയണേ, എടി ഒരുമ്പെട്ടവളെ, നീ എന്താടി എന്നെക്കുറിച്ച് കരുതിയത്? ഞാനൊരു പൊട്ടിയാണെന്ന് നീ കരുതിയോ? എന്നല്ലത് വേണ്ട, ഞാനൊരു പൊട്ടിയല്ല, എന്താ നീ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങിട്ട് അടിച്ചിട്ട് നിനക്ക് അനാഥയാണെന്നും നിനക്ക് ആരുമില്ലെന്നും നീ അനാഥാലയത്തിലാണ് വളർന്നതെന്നും പറഞ്ഞിട്ട് എന്നെ കബളിപ്പിച്ചിട്ട് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നീ ഭാര്യയാവാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ നിനക്ക് ഇനി ഇവിടെ ജീവിതമില്ല, മര്യാദക്ക് ഇറങ്ങടി മൂദേവി എന്ന് പറഞ്ഞിട്ട് സത്യഭാമ കാർത്തികയെ അടിച്ചിറക്കുമ്പോൾ കാർത്തിക പൊട്ടി കരയാനേട്ടാ. അത് സത്യഭാമേ, ഞാൻ പറയുന്നത് കേൾക്കണം, ഇവരെൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും അല്ലെന്നേ ഞാൻ പറയുകയുള്ളൂ. അത് കേൾക്കുന്ന ശൈലജയും രാജേന്ദ്രനും അങ്ങ് ഞെട്ടി നിൽക്കണേട്ടോ. എന്നെ നൊന്ത് പ്രസവിച്ചത് ഇവരാണെങ്കിലും ഇവരെൻ്റെ അച്ഛനും അമ്മയും ഇല്ലെന്നാ ഞാൻ പറയുകയുള്ളൂ. അത് കേൾക്കുന്ന ശാലിനി ഇവളെന്തോ ഉടായ്പുമായാണ് വരുന്നത് എന്ന് അറിയുന്ന ശാലിനി നെറ്റി ചുടുക്കുന്നു കേട്ടോ. ഇതേ സമയം സത്യഭാമ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കണം. എന്താടി നീ പറഞ്ഞത്? അതേ സത്യഭാമയെ, സ്നേഹിച്ച ആളെ കല്യാണം കഴിക്കാൻ
എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്ന് പറഞ്ഞിട്ടങ്ങ് അങ്ങ് വീണ്ടും വീണ്ടും കരയുന്ന സമയത്ത് രാഘവൻ പറയണ ബാമേ, അവളുടെ മുതലക്കണ്ണീര് നീ വീണ് പോകരുത് കേട്ടോ. അവളുടെ മുതലക്കണ്ണീരാണ്. ആ കണ്ണുനീരിന് നീ വില കൊടുത്താൽ പലതും നിനക്ക് നഷ്ടപ്പെടും മാമേ. മാമേ, നിന്നോട് ഞാനാണ് പറയുന്നത്, അത് നീ കേൾക്ക് എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും സത്യഭാമയുടെ മുന്നിൽ കാർത്തിക, അതെ എൻ്റെ മുതലക്കണ്ണീരായിരിക്കാം, പക്ഷെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും തള്ളിപ്പറഞ്ഞ് ഞാനൊരു അനാഥയാണെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഞാൻ പ്രേമിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആളുടെ കൂടെ ജീവിക്കാനാണ്. ഇവരെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പലവട്ടം ഞാൻ ഇവരോട് ആവർത്തിച്ചിട്ടും ഇവരെനിക്ക് ഇഷ്ടമില്ലാത്തൊരു വരനെയാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ കൊണ്ടുവന്നത്. പക്ഷേ അതെനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ അപമാനം നേരിടേണ്ടി വന്ന്. സത്യാമ്മയെ ഒരിക്കലും അറിഞ്ഞും കൊണ്ട് ആരെയും ദ്രോഹിക്കണമെന്ന് ഈ കാർത്തിക വിചാരിച്ചിട്ടില്ല. സത്യാമ്മ തന്നെ പറയൂ, സ്നേഹിക്കുന്നവരല്ലേ ഒന്നിക്കേണ്ടത്, അല്ലാതെ ഇഷ്ടപ്പെടാത്തവരെ വിവാഹം കഴിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ എൻ്റെ സ്നേഹം ആത്മാർത്ഥമല്ലേ? ഞാൻ എൻ്റെ സ്വന്തം പെറ്റമ്മയും ഈ പറയുന്ന അച്ഛനെയൊക്കെ വിട്ടുകളഞ്ഞത് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവാൻ ആഗ്രഹിക്കുന്ന അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ സത്യാമ്മ നീ എന്താ പറഞ്ഞു വരുന്നത്? അത് തന്നെ സത്യാമ്മ, എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കാനുള്ള അതിയായ മോഹം കൊണ്ടാണ്. എന്നെ ഇഷ്ടപ്പെട്ട ആൾ എന്നോട് എൻ്റെ ഒപ്പം ജീവിക്കണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. ഇത് കേൾക്കുന്ന വിഷ്ണു പറയണേ, അമ്മേ, ഇവളുടെ വാക്കുകളിലൊന്നും അമ്മ വീഴരുത്. അമ്മ ഇവളെ ആട്ടി പുറത്താക്കുന്നുണ്ടോ? അതോ ഞാനത് ചെയ്യണോ? ഇവളെപ്പോലെ ഒരു പെരുങ്കള്ളി അനാഥയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിച്ചതും പോലെ ഇനിയും ഓരോ പച്ചക്കള്ളങ്ങൾ പറയുന്നോ? അത് കേൾക്കുന്ന ബാമയോട് രാഘവൻ പറയണ, ബാമേ, ഇനി നീ അവളെ സംസാരിപ്പിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറക്കി വിട്ട ബാമേ, നിന്നോടല്ലേ പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ അവിടെ ശൈലജയും ഈ പറയുന്ന രാജേന്ദ്രനും, എന്തിനാടി നീ അടുത്ത നുണക്കഥകൾ മെനിഞ്ഞ് ഇനി ഈ വീടിനെ തകർക്കുന്നത്? എന്തിനാടി ഞങ്ങളോട് ചെയ്ത പാപം ഈ പാവ സ്ത്രീയോട് ചെയ്യാൻ നിൽക്കുന്നത്? എന്തിനാടി ഒരുത്തിയെ താലി കെട്ടിയ ആ ഭർത്താവിനെ നീ സ്വന്തമാക്കണമെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാജേന്ദ്രൻ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ കാർത്തിക പറയുന്ന, സത്യാമ്മേ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് സത്യാമ്മ പറ എന്ന് പറയുമ്പോൾ സത്യാമ്മ ചോദിക്കുകയാണ്, നീ ഇഷ്ടപ്പെട്ട പയ്യൻ ആരാണ് എന്ന് പറയുമ്പോഴേക്കും ഷാലിനി പറയണേ, അമേരിക്കയിലുണ്ട് അവളുടെ പയ്യൻ, അവനെ മോഹിച്ചാണ് അവൾ അങ്ങോട്ടേക്ക് വന്ന്. അപ്പോഴേക്കും വിഷ്ണു പറയാൻ, ശരിയാണ്, അവനെ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതം മൂളിയത് എന്ന് പറയുമ്പോൾ കാർത്തിക സത്യഭാമയോട് പറയാം, അല്ല സത്യാമ്മേ, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ നിൽക്കുന്ന വിഷ്ണുവേട്ടനെയാണ്. എനിക്ക് ജീവന് തുല്യം ഇഷ്ടമുള്ളത് ഈ നിൽക്കുന്ന വിഷ്ണുവേട്ടനെയാണ്. എൻ്റെ പ്രാണനാണ് എൻ്റെ വിഷ്ണുവേട്ടൻ. എൻ്റെ വിഷ്ണുവേട്ടൻ്റെ കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയാണ് സ്വന്തം പെറ്റമ്മയെയും ഈ പറയുന്ന അച്ഛനെയും തള്ളിപ്പറഞ്ഞത്. ഇവരെ എനിക്ക് ഇഷ്ടപ്പെട്ട വിവാഹം ചെയ്തു തരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ആ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് ഇത്ര വലിയ തെറ്റാണോ? ഞാനൊരു അനാഥയാണെന്ന് പറഞ്ഞത് തെറ്റാണോ? സത്യാമ്മ പറ എന്ന് പറയുമ്പോൾ സത്യാമ്മയുടെ മനസ്സിങ്ങനെ ഇളകി തുടങ്ങുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശാലിനി, സത്യാമ്മ, ഇവളുടെ വാക്ക് വിശ്വസിക്കരുത്. അപ്പോഴേക്കും അനുപല്ലി പറയാണ്, സത്യാമ്മ, ഇവളൊരു പഠിച്ച കളിയാണ്, ഒരിക്കലും ഇവളുടെ വാക്ക് വിശ്വസിക്കരുത്. വിശ്വസിച്ചിടത്തോളം ഈ കുടുംബം തകർക്കത്തേ ഉള്ളൂ. ഇവൾ ആന പെരുങ്കള്ളിയാണ് എന്നൊക്കെ ഇങ്ങനെ അനുപല്ലവി വന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും സത്യാമ്മ ആട്ടി ഇറക്കുന്ന ആ ഒരു സീനിലോട്ട് കഥ എത്തുമ്പോൾ ഇനി വരാനിരിക്കുന്നത് വേറൊരു ട്വിസ്റ്റാണ് കേട്ടോ.